ഹായ് എല്ലാവർക്കും ഷെഫ് ട്യൂബിൻ്റെ പുതിയൊരു വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്ക് ഏറ്റവും ടേസ്റ്റുള്ള പൊട്ടാറ്റോ കറിയാണ്. പൊട്ടാറ്റോ മസാല കറി. അത് തയ്യാറാക്കാനായിട്ട് നമ്മൾ 4 പീസ് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. അത് വെറുതെ ഒന്ന് വട്ടം കട്ട് ചെയ്ത് നമ്മളതിൻ്റെ തൊലി കളയുന്നില്ല. തൊലി നമ്മൾ ബോയിൽ ആയതിനു ശേഷമാണ് കളയുന്നുള്ളൂ. കുക്കറിൽ അടച്ചു വെച്ച് ബോയിൽ ചെയ്യുന്നതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ബോയിൽ ചെയ്യാൻ വയ്ക്കാൻ. അത് നമ്മൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മളതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം കടുക് നമ്മൾ ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ ഉഴുന്നിട്ട് കൊടുത്തു. ആദ്യം നമ്മൾ കടുക് ഇട്ടതിന് ശേഷം ഉഴുന്നിട്ടിട്ട് പരിപ്പിട്ടാലും മതി. പരിപ്പ് വളരെ പെട്ടെന്ന് കറുത്തു പോകും. ഇനി നമ്മളതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഒരു 4 അല്ലി വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. അത് നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അല്പം ഫയർ ഇട്ട് കൊടുത്ത് വളരെ ടൈറ്റായിട്ട് സോട്ട് ചെയ്യാണ്. അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇപ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ അല്പം വഴറ്റിയെടുത്തു. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകെല്ലാം നല്ല രീതിയിൽ വരണ്ട് വന്നു. അതിലേക്ക് നമ്മൾ ഒരു സവാളയാണ്, മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരുപാട് സവാള ഇട്ട് ഇതിന് മധുരിപ്പായിരിക്കും. അതുകൊണ്ട് ഒരു സവാള മാക്സിമം നമുക്കിതിന് മതിയാവും. നമ്മൾ അല്പം കൂടി ഓയിൽ ഒഴിച്ചെടുത്ത് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ബ്രൗൺ കളറാക്കി സോട്ട് ചെയ്യണം. ഒരുപാട് ബ്രൗൺ ആവണമെന്നില്ല, ഇത്രയും ബ്രൗൺ ആവണമെന്നില്ല. കുറച്ചും കൂടി മുൻപ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, നമ്മൾ പച്ചമുളകിന് എരിവുള്ളതുകൊണ്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്ത് മസാലയുടെ പച്ചക്കുത്ത് പോയതിന് ശേഷം മാത്രം നമ്മളതിലേക്ക് പച്ചവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് അല്പം നേരം ആ സവോളയെല്ലാം അതിൽ കിടന്നിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നേരം നമ്മൾ ആ വെള്ളത്തിലൊന്ന് ബോയിൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ അതിനെ ഉടച്ചെടുത്തു. ഒട്ടും കട്ടയില്ലാതെ വളരെ ഫൈനായിട്ട് തന്നെ നമ്മളതിനെ ഉടച്ചെടുത്തു. മസാലയിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് പശുവിൻ പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റെഡായിട്ടിരുന്ന മസാല ശരിക്കും യെല്ലോ കളറായിട്ട് മാറി. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു നല്ല യെല്ലോയിഷ് കളറിൽ പൊട്ടാറ്റോ മസാലക്കറി കിട്ടി. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അല്പം ജീരകത്തിൻ്റെ പൊടി, അല്പം നെയ്യ് എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ പ്രത്യേക ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റായിട്ട്. നെയ്യ് അല്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ മല്ലിയില ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഗാർണിഷിനായിട്ട് തക്കാളി ഇട്ട് കൊടുത്ത് നമ്മുടെ കറി ഫിനിഷ് ചെയ്യാണ്. ഇതേ മസാല തന്നെ ടൈറ്റായിട്ട് ഉപയോഗിച്ച് ദോശയ്ക്ക് മസാലയായിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മൾ ലൂസാക്കി കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് വേണ്ടി യൂസ് ചെയ്യാം. സെയിം മെത്തേഡ് തന്നെയാണ് ദോശയ്ക്ക് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള പരിപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റി ഇടാം. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ മല്ലിയിലയും പെരിഞ്ചീരവും ജീരകവും എല്ലാം ഇട്ടിട്ട് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കടുകെല്ലാം താളിച്ചിട്ടാണ് നമുക്ക് ഇന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണ്.